ആണ് ന്യൂസ് 18 ചാനലിന്റെ ചർച്ചയിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത്. 26-ാം തീയതി ഒരു തരത്തിലും ഒരു പരാതി കോൺഗ്രസ് ഉന്നയിച്ചിട്ടില്ല. ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തത് നോക്കൂ. കോടതിയുണ്ട്, പോലീസുണ്ട്, നിയമപരമായ നിരവധി അതോറിറ്റി ഉണ്ട്. ഒരു അതോറിറ്റിയുടെ മുന്നിലും കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരും ഒരു പരാതിയും കൊടുത്തിട്ടില്ല. പിടിക്കാനും കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് വലിയ താല്പര്യമല്ലയോ? നല്ല മസാല ചേർത്ത് തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തേക്കണേ. എന്ത് ചെയ്തുള്ള ചോദ്യം താങ്കൾ ചോദിച്ചു. കേരളത്തിന്റെ മണ്ണിലിരുന്ന ഒരു BJP വക്താവ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവിരുന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്ത് വെടിയുണ്ട വീഴും ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ പോലീസിന് കോൺഗ്രസ്സുകാർ കൊടുക്കുന്ന പരാതിക്ക് കാക്കണോ അതിൽ കേസെടുക്കാൻ? ഇന്നും കിട്ടിയില്ലേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അയ്യപ്പദാസിന്റെ വാട്സാപ്പിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. 28-ാം തീയതി രാവിലെ 10 മണിക്ക് കേരളത്തിന്റെ DGPക്കും തൃശൂർ കമ്മീഷണർക്കും ഉൾപ്പെടെ ഗോകുൽദാസ് ഗുരുവായൂർ അയച്ച പരാതി 28-ാം തീയതി രാവിലെ 10 മണിക്ക്. നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? അതല്ല ഉദ്ദേശം. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലെന്ന് പറയുന്ന പച്ചക്കള്ളല്ലേ. 29-ാം തീയതി പരാതി വന്നുകൊണ്ടാണെന്ന് പറയുന്നത്. 28-ാം തീയതി നിങ്ങൾക്ക് അയച്ച പരാതിക്ക് നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്തില്ല? അല്ലെങ്കിൽ നാളെ ആവട്ടെ. പുറമേക്കുള്ള ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. മണ്ടനാ അരുൺകുമാറെ, കള്ളം പറയരുത്. നിങ്ങൾ ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ, കലാപം ഉണ്ടാക്കാൻ നിങ്ങൾ കൂട്ടിരിക്കരുത്. സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്ന് വെച്ചാൽ എന്താ? ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. കൈപൊക്കാൻ അറിയാവുന്നവന്മാരൊക്കെ ഇവിടെ നേതാവല്ല. അവന്മാര് കൈ പൊക്കി നാട് പൊങ്ങാതായി. ഒരു മിനിറ്റ്, ഇത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വന്നല്ല. താങ്കൾ ഒന്ന് പോലീസ് ആസ്ഥാനത്ത് ചെക്ക് ചെയ്തിട്ട് പറയൂ ഇത് വ്യാജമാണല്ലോ. 28 ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. പരാതി ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അല്ല. എന്തെങ്കിലും അയച്ചു തന്നാൽ അത് വെച്ച് ആധികാരിക വാർത്ത എന്താണ് ശ്രീ അരുൺകുമാർ, താങ്കൾ എന്താണ് പറയുന്നത്? താങ്കൾ എന്താണ് പറഞ്ഞത്? എന്തൊരറിവാ നിനക്ക്. കൈരളി TV-യിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ, ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം എന്റെ ഇൻട്രോ താങ്കൾ കേട്ടതല്ലേ? കോൺഗ്രസ്സുകാർ എന്തെങ്കിലും അയച്ചു തരണോ? ഇങ്ങനെയാണോ ഈ നാട്ടിൽ മാധ്യമപ്രവർത്തനം നടക്കുന്നതാണോ താങ്കൾ വിചാരിക്കുന്നത്? അല്ല സാർ, ആളറിയാതെ വേണ്ട അഭ്യാസം നടക്കണ്ട. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഇത് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇങ്ങനെ പ്രകോപനപരമായ അക്രമാഹ്വാനത്തിന്, കലാപാഹനത്തിന് നൽകുന്ന ഒരു പ്രസ്താവന നടത്തിയിട്ട് കേരളത്തിന്റെ പോലീസ് അത് സമയത്തെടുത്തതിനൊപ്പം തന്നെ കേരളത്തിന്റെ സഭയിൽ അത് ചർച്ചയായോ? പടച്ചവനെ, തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഞാൻ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഈ സമയം പരിശോധിക്കായിരുന്നു. കഴിഞ്ഞ 4 ദിവസത്തിനിടെ അദ്ദേഹം പല കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് നമ്മുടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തിയാൽ അതേക്കുറിച്ച് താങ്കൾ ഇവിടെ പറഞ്ഞു CPM എന്നെ തള്ളി പറയുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ഇത്തരമൊരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. കേരളത്തിലെ MP അല്ല, കേരളത്തിലെ MLA അല്ല, കേരളത്തെ പഞ്ചായത്ത് മെമ്പറും അല്ല, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. മറ്റൊരു സ്റ്റേറ്റിൽ നിന്നുള്ള MP ആണ്. പാർലമെന്റ് ചർച്ച ചെയ്യാം, പക്ഷേ 28 നിയമസഭയും ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അല്ല, നിങ്ങൾ ഇങ്ങനെ അധംപതിക്കരുത്. അപകീർത്തിപ്പെടുത്താനോ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഒരു ബുദ്ധിമുട്ടില്ല മിസ്റ്റർ, ഒരു ബുദ്ധിമുട്ടില്ല. മനോരമ ഇന്നും തന്നെ തുടങ്ങിയതല്ലോ. ഉത്തരവാദപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന ശ്രീ അരുൺകുമാർ, താങ്കൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റാവും, ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ പെണ്ടി. എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇതിനകത്ത് വരാൻ. ഇവിടെ പല പ്രതിനിധികളും ചെയ്യാറുണ്ട്. താങ്കൾ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം താങ്കൾ അത്ര ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ഇതെന്താ മനോരമയിലേക്ക് എടുത്തിട്ടത്? എന്റെ ചോദ്യത്തിൽ താങ്കൾ ഉത്തരം പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ FB പോസ്റ്റിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന വെടിയുണ്ട നെഞ്ചിൽ വീഴുമെന്നതിനെ കുറിച്ച് ഒരു പരാമർശം വേണ്ടേ? കേരളം അങ്ങനെ ഒന്നും ചെയ്യാത്തതാണോ? കേരളത്തെ എന്ത് ബാധിച്ചിട്ടാണ്? കേരളത്തെ ഏത് രൂപത്തിൽ ബാധിച്ചാണ് കേരള നിയമസഭ ഒറ്റക്കെട്ടായി ചില പ്രമേയങ്ങൾ പാസാക്കിയത്? രാജ്യത്ത് എന്റെ പേരും പറഞ്ഞ നാണങ്ങളാ നടക്കുന്നത്. ഇവിടെ ഭയങ്കര പൊന്നിച്ചിട്ട് ശല്യം. ഞാൻ പോട്ടെ, ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.